എന്താ എന്നെ അവളുടെ ബെഞ്ചാത്? ആ ഇഷ്ടമുള്ളടത്തിരുന്നോ? മാറിയിരിക്കാന്ന് വെച്ചാ തൽക്കാലം വേറെ സ്ഥലത്ത് ഇരിക്കാന്ന് വെച്ചാൽ അന്നേരം എടുത്തിരിക്കണ്ടേ? അത് തന്നെയല്ല ലീമാരെ എടുത്തിരിക്കണ്ടേ? വേണ്ടാന്ന്. ഇവിടെ ബെഞ്ചിൽ ആളുണ്ടാ? നിങ്ങളുടെ ബെഞ്ചിൽ ആളുണ്ടാ? എത്ര പേരുണ്ട്? 4 പേര്. അന്ന് ഇവിടെ ഇരുന്നു തൽക്കാലം. എവിടെ ഇരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം എവിടെ ഇരുന്ന നീ? അത് അവളുടെ ബെഞ്ചാടിയപ്പോ നീ ഏറ്റോ? അലീനി ഏറ്റോ? അപ്പൊ അവിടുന്ന് 2 പേരേറ്റോ? അപ്പൊ ആരാ നിന്റെ കൂട്ടുകാരി ശരിയാക്കിയ മാഷ്? അവളെന്നെ കൂട്ടുകാരി. അത് ശരി. അപ്പൊ എന്താ പരിഹാരം? നാലീനെ ഇങ്ങോട്ട് കയറിയിരിക്ക, കുഴപ്പമുണ്ടാ? എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. അപ്പൊ അന്ന് കൂട്ടുകാരിയായിട്ട് നിന്റെ അടുത്ത് ഇരിക്കണ്ടല്ലോ. അപ്പൊ സാരില്ല, പിണങ്ങി ഈ അവിടെ ഇരുന്നോ? ഇനി മാറാൻ പറ്റില്ല കേട്ടാ. ഇരിക്കുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇരുന്ന് എങ്ങനെയാ വെച്ചാൽ മാറിയിരുന്നു. ഈ നാലിനെ ഇങ്ങോട്ട് ഇരിക്കും, കുഴപ്പമില്ലല്ലോ. എന്തൊരു കൂട്ടുകാരികളാടി നിങ്ങളിപ്പോ. അല്ല സ്നേഹമുണ്ട്, വഴക്കമുണ്ട്, അങ്ങനത്തെയാ. അതിനെ കയറിക്കിട എന്നാ അവരിരുന്നോട്ടെ. ഇവിടെ ആരാ വരാളെ? മേഘല്ലേ? ആ ശരിയാ, മതി മതിയിരിക്കാം, കുഴപ്പമുണ്ടാവില്ല. ബെഞ്ച് കറക്റ്റ് ആയിട്ടാണ് ഇരിക്കണേ. അവിടെ ആരെങ്കിലും ഒരാൾ ആർദ്ര വരാണ്ട് തോന്നും അല്ലേ? 2 പേര് വരാണ്ട്. ആർദ്രയുണ്ട്. ആ അല്ല വരാണ്ട്. നമുക്ക് നിങ്ങളുടെ ബെഞ്ചിൽ എത്ര പേരുണ്ട്? 5 പേരായി. ഇനി 4 പേരുള്ള നിങ്ങളുടെ ബെഞ്ചിൽ എത്ര പേരുണ്ട്? 4 പേരല്ലേ ഉള്ളൂ? അല്ല മൊത്തം 4 ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നീ ഓടിക്കിരുന്നോ? ഇവരുടെ കൂടെ കൂടിക്കോ തൽക്കാലം. അല്ലെങ്കിൽ 4 പേര് വെച്ചാക്കണം നമുക്ക്. അങ്ങനെ വെച്ചാൽ ഡെസ്ക് കൂടെ കയറ്റിയിട്ട് വേണമെങ്കിൽ 4 പേര് വെച്ചിരിക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് അറേഞ്ച് ചെയ്യാം. തൽക്കാലം ഇങ്ങോട്ട് ഇരിക്കും. ഇന്നത്തെ ക്ലാസ് റെക്കോർഡിങ് നടപടിയാവും തോന്നണില്ല. ചാർജില്ല. നോക്കാം നമുക്ക്. ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ മാഷം ഒന്ന് എന്ത് ചെയ്യാം? റിവൈൻഡ് ചെയ്യാം. ആ വാക്കുകൾ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ചാർജസ് എത്ര മെത്തേഡ്സ് ആണ്? ചാർജ് ചെയ്യാൻ 3 മെത്തേഡുകളാണ്. ഏതൊക്കെയാണ്? റബ്ബിംഗ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. റബ്ബിംഗ് ആർക്കുള്ളതാ? ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ഷൻ, ഇൻഡക്ഷൻ ആർക്കുള്ളതാ? പിന്നെ എന്താണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി? ദ ചാർജ് ഒബ്റ്റെയിൻഡ് ബൈ എ ബോഡി റബ്ബിംഗ് ഓവർ ദ അനദർ ബോഡി, അല്ലെ? പിന്നെ എന്തായിരുന്നു? എങ്ങനെയാണ് ബോഡി ചാർജ്ഡ് ആവുന്നത്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ആളുകൾക്ക് എന്ത് ലഭിക്കും? ഇലക്ട്രോൺസ് ലഭിക്കും. പോസിറ്റീവ്ലി ചാർജ്ഡ് ആവുന്ന ആളുകൾക്ക് ഇലക്ട്രോൺസ് നഷ്ടപ്പെടും. മാസിൽ മാറ്റം വരുമോ? വരും. മാസിൽ മാറ്റം വരും. എന്ത് സംഭവിക്കുകയാണ് അവിടെ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഇലക്ട്രോണുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ ബോഡിയിലേക്ക് പോവുകയാണ്. അപ്പോ മാസിൽ എന്താണ്? മാറ്റം വരും. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്? മാസ് കൂടും, മറ്റവർക്ക് മാസ് കുറയും, അല്ലെ? പിന്നെന്തായിരുന്നു? ചാർജിങ് ബൈ കണ്ടക്ഷൻ. ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ കണ്ടക്ഷൻ? വിത്ത് കോണ്ടാക്ട്. സെയിം ചാർജ് ആണോ ഓപ്പോസിറ്റ് ചാർജ് ആണോ? സെയിം ചാർജ്. ഇൻഡക്ഷൻ എന്താ? വിത്തൗട്ട് കോണ്ടാക്ട്. ചാർജ്ഡ് ബോഡിയിലുള്ള ചാർജിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ് അതിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെ? പിന്നെന്തായിരുന്നു? പ്രോപ്പർട്ടീസ്, അഡിറ്റീവ് പ്രോപ്പർട്ടീസ്. ചാർജസ് ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്തെടുത്താൽ മതി. പിന്നെന്തായിരുന്നു? കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ചാർജസ് ക്യാൻ neither be created nor be destroyed. Condensation of electric charge in this universe. Charge of any body is integral multiple of charge of an electron. Electronന്റെ ചാർജ് എത്രയാണ്? 1.6 into 10 raised to -19. ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളോം, അല്ലെ? കുളോംസ് ലോ എന്തായിരുന്നു? Coulomb's law states that the electrostatic force between 2 stationary charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. Okay, charges, അല്ലെ? And inversely proportional to the square of the distance between them. Equation എന്തായിരുന്നു? F equal to 1/4 pi
എയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ 1/4 പൈ എപ്സിലോൺ 0ന്റെ വാല്യൂ എത്രയാണ് ശ്രദ്ധിക്കുക 9 × 10⁹9. പിന്നെ എപ്സിലോൺ ആർ എന്തായിരുന്നു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെ. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 അല്ലല്ലോ. അതെ പിന്നെ മറ്റൊരു രീതിയിൽ അത് പറഞ്ഞു നമ്മൾ എന്തായിരുന്നു എഫ് എയർ ബൈ എഫ് മീഡിയം എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് നേച്ചർ ഓഫ് മീഡിയം ആണ് അല്ലെ. മീഡിയം മാറുന്നതനുസരിച്ച് എന്താണ് ഈ ഫോഴ്സിൽ വ്യത്യാസം കാണിക്കും. ഇത് നമ്മൾ പറഞ്ഞു എയറിൽ നിന്ന് വാട്ടറിലേക്ക് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എപ്സിലോൺ ആർ ടൈംസ് ഡിക്രീസ് ചെയ്യും അല്ലെ. വെരി ഗുഡ്. പിന്നെന്താ ഡിഫൈൻ 1 കൂളോംബ് എന്തായിരുന്നു 1 കൂളോംബ് 1 കൂളോംബ് ഈസ് ഡിഫൈൻഡ് ആസ് ദ charge which when placed in a free space at a distance of 1 meter with an equal and similar charges experience a force of 2 × 9 × 10⁹9 ന്യൂട്ടൺ. സൂപ്പർപോസിഷൻ നമ്മൾ പറഞ്ഞില്ല. പിന്നെന്താ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് it is a space around a charge which it can experience electrostatic force of attraction by another charge. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പറഞ്ഞു അല്ലെ. എല്ലാ പോയിന്റിലും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരുപോലെയാണോ അല്ല. അകലം കൂടുന്നതനുസരിച്ചൊക്കെ ഫോഴ്സിൽ വ്യത്യാസം വരും അല്ലെ. നമ്മളൊരു ഇക്വേഷൻ എന്നിട്ട് മാർക്ക് ചെയ്തിരുന്നു ഇ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു F/Q. അതായത് യൂണിറ്റ് ചാർജുമേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണോ അതിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ആണോ മക്കളെ? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്താണ് F/Q. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പറഞ്ഞേ ന്യൂട്ടൺ പെർ പറയൂ ന്യൂട്ടൺ പെർ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ എഴുതിയില്ലേ അത് മാർക്ക് വയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ടോട്ടൽ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ് ഏത് ചാർജാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചാർജാണ് അല്ലെ. മെയിൻ ചാർജ് ആണോ അല്ല. കൊണ്ടുവന്നിട്ടുള്ള ചാർജിനെയാണ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ Q എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ആഡ് പോക്കോ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കുളോംബ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ന്യൂട്ടൺ പെർ കുളോംബ്. ന്യൂട്ടൺ പെർ കുളോംബ്. മുടക്കുകൾ തുടങ്ങിയപ്പോഴേക്കും അല്ലേ ന്യൂട്ടൺ പെർ കുളോംബ് എഴുതിയോ? ശ്രദ്ധിക്കുക നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഡെറിവേഷൻ ആണ്. എഴുതിക്കോ ഡിറൈവ് ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ടോ പോയിന്റ് ചാർജിന്റെ ഡിറൈവ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ എന്താണ് പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ശ്രദ്ധിക്കുക ബോൾഡ് ശ്രദ്ധിക്കുക പതുക്കെ നോക്കാം. ഇപ്പൊ ഞാൻ എന്താ ഇവിടെ ഇപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനിൽ Q എന്ന് പറയുന്നത് നമ്മൾ ആ പോയിന്റിൽ വെക്കുന്ന ചാർജാണ് അല്ലെ. ഇന്നത്തെ ക്ലാസ് കാണണം കേട്ടോ. ഇവിടെ ഒരു ചാർജ് വെച്ചു. ഈ ചാർജ് Q എന്ന് പറയുന്ന ചാർജ് ആണെന്ന് കരുതാം. എന്താണ് Q എന്ന് പറയുന്ന ചാർജ്. അപ്പൊ ഈ ചാർജിന് ചുറ്റും ഇതിനൊരു ഏരിയ ഉണ്ടാവും അല്ലെ. ഇതിന്റെ സ്പേസ് അറൌണ്ട് ചാർജ് ഉണ്ടാവും. എന്താണ് അതിന്റെ പേര് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഏതാണ് പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റ്. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. പക്ഷെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എന്താണ് സ്മോൾ ലെറ്റർ r ആണ്. വെക്ടർ ഫോം പറഞ്ഞിട്ടില്ല ആവശ്യമില്ല അവിടെ നിൽക്കണം. ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ പോയിന്റ് P ഡ്യൂ ടു ചാർജ് ആരാണ് Q എന്ന് പറയുന്ന ചാർജ് കാരണം എവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് പറയ് P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ Q എന്ന് പറയുമ്പോ എത്ര ചാർജേ ഉള്ളൂ ഒരൊറ്റ ചാർജേ ഉള്ളൂ. അത് എന്ത് ചാർജാ ഇറ്റ് ഈസ് എ പോയിന്റ് ചാർജ്. എന്ത് ചാർജാണ് പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജേ ഉള്ളൂ ഒരു പോയിന്റിൽ ഒരു ചാർജ്. ഇതിനാണ് പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് നമ്മൾ ക്വസ്റ്റൻ എഴുതിയത് എന്താണ് നമ്മൾ കണ്ടെത്താൻ നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു
എന്താണ് പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് അറ്റ് എനി പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് അറ്റ് എനി പോയിന്റ്. ഒരു പോയിന്റ് ചാർജ് കാരണം ഏതൊരു പോയിന്റിലും ഉണ്ടാകുന്ന എന്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്. ഇനി പറഞ്ഞിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തില് അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഒരു ഇക്വേഷൻ അറിയില്ല. എന്താണ് വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി? എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഞാനിവിടെ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുമേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് ഈ പോയിന്റിലത്തെ എന്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി. എല്ലാവരും പിന്നെ ശ്രദ്ധിക്കുക, അതാണ് എന്ത് ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവരികയാണ്. അത് എഴുതാൻ പറ്റണം. ഞാനൊരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവരികയാണ്. ഡി ക്യൂ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവരികയാണ്. ഡി ക്യൂ എന്ന് പറയുമ്പോൾ എന്താ? വെരി സ്മോൾ ചാർജ്, യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, വളരെ ചെറിയ ചാർജ് കൊണ്ടുവരികയാണ്. ഇപ്പൊ എത്ര ചാർജസ് ആയി നമ്മുടെ കയ്യില്? 2 ചാർജസ് ആയി. അതിൽ സോഴ്സ് ചാർജ് ഏതാ? സോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് ഇവിടെ ആരാ? ക്യൂ. ക്യൂ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അല്ലെ? ഏത് പോയിന്റിലാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്? പറ. പി. എത്ര ദൂരമുണ്ട്? R. പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്താണ് കൊണ്ടുവച്ചത്? ഡി ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണ് കൊണ്ടുവച്ചത്. എന്താ കൊണ്ടുവച്ചേ? ഡി ക്യൂ എന്ന് പറയുന്ന ചാർജ്. അത് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ്. ഇറ്റ് ഈസ് എ വെരി സ്മോൾ ചാർജ്. ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമില്ലല്ലോ. ഇനി എന്താ ചെയ്യുന്നത് നമ്മള്? എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണണം. ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ അവിടെ ആ പോയിന്റിൽ കൊണ്ടുവച്ച ചാർജ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ കൊണ്ടുവച്ച ഫോഴ്സിനെ അല്ല, ആ പോയിന്റിൽ കൊണ്ടുവച്ച ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ ആ ചാർജിന്റെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത് വേണമെങ്കിൽ എന്നാ അന്യലിപി അങ്ങോട്ട് നോക്കിയിരിക്കുന്നില്ല, ആകെ കണക്കായി എഫ് ബൈ ക്യൂ. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വർഷം കാര്യം ചെയ്യാൻ പോവാണ്. ക്യൂ കാരണം പറഞ്ഞേ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന ഡി ക്യൂ ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്ത് കണക്കാക്കാണ്? ഫോഴ്സ് കണക്കാക്കാണ്. അപ്പൊ എന്താ ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആരൊക്കെ തമ്മിലാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കാര്യം ചെയ്യാം, ഓൺ ആരാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓൺ ഡി ക്യൂ ഡ്യൂ ടു ആരാണ്? ഏത് ചാർജ് കാരണം? ക്യൂ. ഡ്യൂ ടു ക്യൂ ഇസ് ഈക്വൽ ടു ഏതിലോ? 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് കണ്ടെത്താൻ നിങ്ങളുടെ നിയമം എന്താണ്? കുളോംസ് ലോയുടെ ഇക്വേഷൻ എന്താ? F ഈക്വൽ ടു എയർ ആണെന്ന് കരുതാൻ വേണ്ടി 1/4πε0 Q1 Q2. ഒരു ചാർജ് ഏതാ? Q1 ഏതാ? Q2 ഏതാ? അപ്പൊ എന്താ എഴുതണ്ടേ? Q ഇൻറ്റു ഡി ക്യൂ ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? R. അപ്പൊ എന്താ വരിക? R ന്റെ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ. ഇനി വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് is the force experienced അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് is the force experienced on എന്താണ്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ് ആണോ മക്കളെ? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. Therefore ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്താ നമ്മുടെ മാർഗം? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു പറയേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ബൈ എന്ത് ക്യൂ. ഈ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മള് ആ വാക്ക് മറക്കല്ല, അവിടെ നമ്മള് കൊണ്ടുവച്ച ചാർജ് ആണ് അല്ലെ? അവിടെ നമ്മൾ കൊണ്ടുവച്ച ചാർജ് എത്രയാ? ഡി. എതിർപ്പുണ്ടാ? അപ്പൊ നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണാനായിട്ട് പിയിൽ നമ്മൾ കൊണ്ടുവച്ച ചാർജുമേ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സിനെ കൊണ്ടുവച്ച ചാർജ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. സോ വാട്ട് ഈസ് എഫ്? ആ ഫോഴ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ? ഡി ക്യൂമേ ക്യൂ കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കൂളോംസ് ലോ പ്രകാരം കണ്ടെത്തി. എന്താ? 1/4πε0 Q into dq divided by r square all divided by ആരാ? dq എന്ത് ചെയ്യാം? ബാക്കി എന്തൊക്കെ വരും? 1/4πε0 Q by r square. എന്താണ് വരിക? 1/4πε0 Q by r square.
അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് എനി പോയിന്റ്. എന്താണ് ഇക്വേഷൻ? ഫൈനൽ ഇക്വേഷൻ E = റേഡിയേ 1/4πε0 Q/r². What is Q? കൺഫ്യൂഷൻ ആക്കരുത്. What is Q? Q is now എന്ത് ചാർജാ? കൊണ്ടുവച്ച ചാർജ് ആണോ? അല്ല. ഏത് ചാർജ് കാരണമാണോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായത് ആ ചാർജ് ആണ് എന്ത് ഇപ്പോ ആ ഇക്വേഷനിൽ Q വരുന്നത്. അപ്പൊ നമുക്ക് കൊണ്ടുവച്ച ചാർജിന് എത്രയാണെന്ന് അറിയണം. ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ കൊണ്ടുവച്ച ചാർജ് എത്രയാണെന്ന് അറിയണോ? വേണ്ട. എന്തറിഞ്ഞാ മതി? സോഴ്സ് ചാർജ് അറിഞ്ഞാൽ മതി. എന്തറിഞ്ഞാൽ മതി? സോഴ്സ് ചാർജ്. ഇതൊരു ഡെറിവേഷൻ ആണ്. Consider Q is a source charge and P is a point at a distance R from the point Q and a unit positive discharge is bring to the point P. അത് നമ്മൾ എന്ത് ചെയ്യണ്ട? എഴുതണ്ട. ഇത്ര ആയിട്ടുള്ള ഐഡിയ മനസ്സിലായോ എങ്ങനെയാണ് ഡെറിവേഷൻ തീർക്കണമെന്ന്? അപ്പൊ ഡെറിവേഷൻ എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ അല്ല ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അത് ഭംഗിയായിട്ട് ചെയ്തു വെച്ച് അതിന്റെ പണി കഴിഞ്ഞു. അപ്പൊ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². അതിൽ Q മറക്കരുത്. Q എന്താണ്? സോഴ്സ് ചാർജ് ആണ്. Q ഈസ് എ സോഴ്സ് ചാർജ്. is equal to 1/4πε0 Q/r². ലിമിറ്റ് ഒക്കെ വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ. ലിമിറ്റ് ഒക്കെ വെച്ച് എക്സ്പ്രഷൻ എഴുതാറുണ്ട്. ലിമിറ്റ് Q → 0 F/Q. Q പരമാവധി എന്താക്കുക? ചെറുതാക്കുക. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഒക്കെ എഴുതാറുണ്ട്. പ്രാവശ്യത്തിനകത്ത് ആഡിങ് വെച്ചിട്ടാ എല്ലാവരും എഴുതും. വേണം കൂട്ടല്ല. എഴുതി കഴിഞ്ഞോ? മുകളിലത്തെ ഭാഗം വാങ്ങിക്കാം അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് അറ്റ് എനി പോയിന്റ്. പോയിന്റ് ചാർജ് കാരണം ഏതൊരു പോയിന്റിലും ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. അടുത്തത് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. Electric line of force or electric field line. Electric line of force or electric field line. നോക്കാം. ശ്രദ്ധിക്കാൻ മക്കളെ, എന്താണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് ഓർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് is the force experienced on a unit positive ടെസ്റ്റ് ചാർജ്. ഇതിനെയാണ് എന്ന് പറയുന്നത് നമ്മള് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ചാർജസ് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ചാർജസ് എന്ത് ചെയ്യാൻ തുടങ്ങും? സ്റ്റാർട്ട്സ് ടു മൂവ് അല്ലെ? ആ ഫോഴ്സ് കാരണം അത് മൂവ് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ഡിസ്ചാർജ് ആണ്, ഇതും പോസിറ്റീവ് ചാർജ് ആണ്. സോ ഈ Q എന്ന് പറയുന്ന ചാർജ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? വളരെ സ്ലോ ആയിട്ടാണെങ്കിലും അത് എന്ത് ചെയ്യും? റിപ്പൽഷൻ കാരണം എന്ത് ചെയ്യും? ഇറ്റ് ഗെറ്റ് ആക്സിലറേറ്റഡ് അല്ലെ? പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോ ശ്രദ്ധിക്കുക, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക നന്നായിട്ട്. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. ഈ പ്ലേറ്റിൽ നിറച്ച് പോസിറ്റീവ് ചാർജ്, ഈ പ്ലേറ്റിൽ നിറച്ച് നെഗറ്റീവ് ചാർജ് എന്നും കരുതുക.
ഞാൻ ഇതിന്റെ ഉള്ളില് ഒരു പോസിറ്റീവ് യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് ഇട്ടു, ഡി ക്യു എന്ന് പറയുന്ന ചാർജ് ഇട്ടു. ആ ഡി ക്യുവിന്റെ ചിഹ്നം എന്താണ്? ഡി ക്യുവിന്റെ ചിഹ്നം എന്താ? പോസിറ്റീവ് ആണ്. വാട്ട് വിൽ ഹാപ്പൺ എന്ന് ആലോചിക്കുക. എന്താ സംഭവിക്കുക എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പറഞ്ഞ സൈൻ കറക്റ്റ് ആണ്. അത് എന്ത് ചെയ്യും? അത് അല്ലെ മൂവ് ചെയ്യും, നിങ്ങോട്ട് മൂവ് ചെയ്യും. പോസിറ്റീവിന്റെ സൈഡ് നിങ്ങോട്ട് മൂവ് ചെയ്യും, നെഗറ്റീവിന്റെ സൈഡിലേക്ക് മൂവ് ചെയ്യും. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓരോ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഫോഴ്സ് കാരണം ഈ ഡി ക്യു എന്ന് പറയുന്ന ചാർജ് എന്താണ്? എന്ത് ചെയ്യാൻ തുടങ്ങും? പറയോ? മൂവ് ചെയ്യാൻ തുടങ്ങും. അത് പോണൊരു പാത്ത് ഉണ്ടാവും അല്ലെ. ആ ഫോഴ്സിനനുസരിച്ച് അതിന് എന്ത് ചെയ്യേണ്ടി വരും? മൂവ് ചെയ്യേണ്ടി വരും. അത് മാഗ്നറ്റ് ആയിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മളൊരു മാഗ്നറ്റിന്റെ അടുത്ത് നമ്മൾ വേറൊരു മാഗ്നറ്റ് വെക്കുകയാണെന്ന് കരുതുക. നോർത്ത് പോൾ ഇവിടെ വെച്ചു, മഷി ഇവിടെ ഒരു നോർത്ത് പോൾ വെച്ചു. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ ഈവൻ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് എന്താ ഒരു ബാർ മാഗ്നറ്റ്, ഒരു പേപ്പർ വെക്കുക, ഒരു ബാർ മാഗ്നറ്റിന്റെ താഴെ വെക്കുക, മണൽ തരികൾ ഇടുക അല്ലെ. എന്നിട്ട് നമ്മൾ കളഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ തരികൾ ഇരിക്കുന്നതാണ്. ആ തരികൾ ഇരിക്കുന്നതിന്റെ പാറ്റേൺ ഉണ്ട് ഇല്ലേ? പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. കർവ്ഡ് ആയിട്ടൊരു പാറ്റേൺ വരും. അപ്പൊ എന്തുകൊണ്ടത് അങ്ങനെ അറേഞ്ച് ചെയ്യണേ? അങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള കാരണം ആ ഡയറക്ഷൻസിലാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ബാർ മാഗ്നറ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരികൾ ഇങ്ങനെയല്ലേ ഇരിക്കണ കാണാറ്? ആണോ? പഠിച്ചിട്ടില്ലേ? 10 പഠിച്ചിട്ടില്ലേ? ഇല്ലേ? വെടികൊണ്ട് നോക്കുമെന്ന് മണലൊക്കെ എടുത്ത് മാറ്റൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. അല്ലെങ്കിൽ ഇപ്പൊ വേറെ വട്ടത്തിലുള്ള മാറ്റ് ആണെങ്കിൽ വേറെ രീതിയിലാണ് ഇരിക്കുക, ശരിയല്ലേ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കാൻ കാരണം? ഇരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഈ മാഗ്നറ്റ് എന്തിനെ ഡെവലപ്പ് ചെയ്യുന്നത്? ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഫോഴ്സ് ഏത് ഡയറക്ഷൻസിലാണോ അവിടെയാണ് അട്രാക്ഷനിൽ എന്ത് ചെയ്യുക? അവർ പിടിച്ചിരിക്കുക. ഇപ്പൊ ഫോഴ്സ് ഉണ്ടാക്കുന്നത് നേരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരികൾ എവിടെ ഇരുന്നേനെ? മുകളിലേക്ക് ഇരുന്നേനെ. മനസ്സിലായി? ഇവിടെ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് വരുന്നത്. അപ്പൊ തരികൾ എവിടെ വരില്ല? ഈ ഭാഗത്തും വരില്ല, കർവൊന്നുമില്ല. ഫുള്ള് തരികൾ ഇവിടെ, ഫുള്ള് ബ്ലാക്ക് കളറിലുള്ള അല്ലെ അയണോട് ഇവിടെയും വരും. പക്ഷെ അങ്ങനെയാണോ? അല്ല. അപ്പൊ അതുപോലെ നമ്മൾ ഇതിന്റെ ഉള്ളില് ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? പതുക്കെ അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് കാരണം അത് എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ആ മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത് ഉണ്ടല്ലോ. പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് പോണ വഴി. ആ പോണ വഴിനെ ആണ് വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എന്താണ് ഒരു പോസിറ്റീവ് ചാർജ് വായു നമ്മുടെ എടുത്തിട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോ അത് ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കണേ? അവിടെ എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഭാഗത്ത് എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് സൈഡ് പറയൂ എവിടെയാ? അവിടെയും നെഗറ്റീവ് സൈഡ് എവിടെയാണ്? നമുക്ക് അങ്ങനെ മനസ്സിലാക്കാന്ന് ഇതിന്റെ പാത്ത് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ എങ്ങനെ വെച്ചു ഞാൻ? അത് താഴേക്കാണ് മൂവ് ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മുകളില് പോസിറ്റീവും താഴേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. മുകളില് പോസിറ്റീവും താഴെ നെഗറ്റീവ്, അല്ലെങ്കിൽ കോർണർ ടു കോർണർ ആണ് മൂവ് ചെയ്തത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെയാണ് എന്ത്? പോസിറ്റീവ്. ഇവിടെ നിങ്ങടാണ് പോണേ, ഇവിടെയാണ് എന്ത്? നെഗറ്റീവ് എന്ന് മനസ്സിലാക്കാം. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യണ വഴി എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യണ എന്ത്? ആ പോണ പാത്ത് അല്ലെങ്കിൽ ആ വഴി, ആ ലൈനിനെ, ആ പോണ വഴിനെയാണ് നമ്മൾ എന്ന് വിളിക്കണേ? ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇപ്പൊ ബാർമാന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മള് ഇങ്ങനെയാണ് ആ മണൽത്തരികൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കാണാറുള്ളത്. ആണോ? അപ്പൊ നമ്മളിവിടെ ഒരു നോർത്ത് പോൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോവുക, ഇങ്ങനെ ഈ പാത്ത് ഫോളോ ചെയ്തിട്ടാണ് അവൻ എന്ത് ചെയ്യുക? റിപ്പൽ ചെയ്ത് പോവുക. മനസ്സിലായ? ഇവിടെ നോർത്ത് പോള്, ഞാൻ ഇവിടെ ഒരു നോർത്ത് പോൾ വെക്കണം. ആക്ച്വലി ബൈ തിയററ്റിക്കലി അത് ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെ പോകണം? ആ ലൈൻ മാത്രമാണെങ്കിൽ എവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും, എന്നിട്ട് ആ നോർത്ത് ഇപ്പുറത്തെ സൗത്തിൽ ഒന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെയാണ് ആ ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്തതാണ്. സംഭവിക്കണില്ലേ? വളരെ ചെറിയ ഫോഴ്സ് ആയതുകൊണ്ട്. അപ്പൊ ആക്ച്വലി എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ഒരു എന്ത് ചാർജ് നമ്മളോട് വെച്ച്? യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് പോണ വഴിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ലൈൻ അതാണ്. ഇപ്പൊ നോക്കൂ, ഇവിടുത്തെ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്കാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോയ അല്ലെ. ഇത് ഇങ്ങനെ പോയാ ഇല്ലല്ലോ. കാരണം എന്താ? ഇവിടുത്തെ ഫോഴ്സ് ഏത് ഡയറക്ഷനിലല്ല, ഈ ഡയറക്ഷനിലല്ല. അപ്പൊ ഒരു ഡെഫിനിഷൻ ആക്കാൻ പറ്റും നോക്കിയേ. വഴിനെ നമുക്ക് അപ്പൊ എന്തെന്ന് വിളിക്കാം? പാത്ത്. എന്താണ്? പാത്ത്. അപ്പൊ ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞു നോക്കിയേ. എന്താണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ? ദ പാത്ത് അലോങ് വിച്ച് എന്താ? യൂണിറ്റ് പോസിറ്റീവ്
ടെസ്റ്റ് ചാർജ് വുഡ് മൂവ് അല്ലെ, അത് മൂവ് ചെയ്യാ, വുഡ് മൂവ് എപ്പോ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡൂ സോ. അപ്പൊ അതിന്റെ അർത്ഥം അതിനെ മൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അനുവദിക്കണം. നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നൊരു കാര്യം ഉണ്ടാവും ഇല്ല. അതിന് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് പോണ വഴി എന്താ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് പോണ പറയൂ അത് പോണ വഴി, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ക്ലിയർ? അപ്പൊ നിങ്ങൾ തന്നെ അവിടെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോണ ഒരു വഴി ഉണ്ടാവില്ലേ, ആ പോണ പാത്ത്, ആ വഴിനെയാണ് എന്ന് പറയണേ എന്നത് പറയണേ ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫീൽഡ് സ്ട്രെങ്ത് എവിടെയാണ് കൂടുതൽ, ഫീൽഡ് സ്ട്രെങ്ത് എവിടെയാണ് കുറവ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ശരിയല്ല, എവിടെയാണ് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ കുറവ് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം എന്താ പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ എന്നെ മാഷോട് വിട്ടു, നിങ്ങൾ എന്നെ പോവാണ്, പല വഴിക്ക് പോവാണ്, നിങ്ങൾ ഈ കടകളിലൂടെ ഇങ്ങനെ പോവാണ്. ഓക്കെ അല്ലെ? അപ്പൊ ബേക്കറിയുടെ അവിടെ എത്തുമ്പോ എന്താ, അവിടെ നിങ്ങളുടെ ഫീൽഡ് ലൈൻ ചിലപ്പോ ഡെൻസിറ്റി കൂടുകയോ കുറയോ, ചിലപ്പോ കൂടും അല്ലെ, ചായ കുടിക്കും ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ ആ ബേക്കറിയുടെ ലൈനിൽ എത്തുമ്പോ എന്താ സംഭവിക്കുക, ബേക്കറിയുടെ ലൈനിൽ എത്തുമ്പോ നിങ്ങളുടെ പാത്ത് അവിടെ എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. ശരിയല്ലേ? ആണോടാ? ഇത് ബേക്കറി ആണെന്ന് കരുതുക. നിങ്ങൾ ഇവിടുന്ന് സ്പ്രെഡ് ആയിട്ട് പോകണം, ക്ലാസ് കേട്ടു, സ്പ്രെഡ് ആയിട്ട് പോയി ബേക്കറി എത്തുമ്പോ എന്ത് ചെയ്യണം, കുറെ പേര് ചായ കുടിക്കുന്നത്. അപ്പൊ ബേക്കറിയുടെ അവിടെ എത്തുമ്പോ നിങ്ങളുടെ പാത്ത് കുറച്ചുകൂടെ എന്തായിരിക്കും, നിങ്ങൾ പോണ പാത്ത് കുറച്ചുകൂടെ ഡെൻസ് ആയിരിക്കുമോ റയർ ആയിരിക്കുമോ? ഡെൻസർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഈ ഒരു ബേക്കറിയുടെ ഏരിയയില് എന്ത് കൂടുതലാ, ഇലക്ട്രിക് ഫീൽഡ് അല്ല, അതിന്റെ ഫീൽഡ് കൂടുതലാണ്. ആണോ? ഇപ്പുറത്ത് വേറെ ബേക്കറി ഉണ്ട്, അതിൽ അവിടെ ചീഞ്ഞ ബോക്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുക, അതിന്റെ മുന്നില് പാത്ത് എന്തായിരിക്കും, കുറെ പേര് കയറും അവിടെ ഇല്ല, അവിടെ അത്ര തിരക്കുണ്ടാവും ഇല്ല. അപ്പൊ ഇവിടെ എന്ത് കുറവാ, ഡെൻസിറ്റി കുറവാ. അപ്പൊ ഈ ബേക്കറിക്ക് കൂടുതൽ എന്താണ് അട്രാക്ഷൻ, ഈ ബേക്കറിക്ക് എന്താ കുറവ് അട്രാക്ഷൻ. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഇത് കുറച്ചുകൂടെ വീക്ക് ഫീൽഡ് ആണ്. അപ്പൊ ഈ പാത്ത് എവിടെയാണ് പോണേ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അങ്ങനെ കുറെ കമ്പാരിസൺ. അപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവിടുന്ന് അങ്ങടാണ് പാത്ത്, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എവിടെയാ, പോസിറ്റീവ് എവിടെയാ, അവിടെ നെഗറ്റീവ് എവിടെയാ, ഇവിടെ. അപ്പൊ ഇങ്ങനെ ഈ പോണ പാത്ത് നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്ന് ഇൻഫർ ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ കൈയോടെ പഠിച്ചേ. എന്താ ഡെഫിനിഷൻ, എന്താ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ദ പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വുഡ് മൂവ്. എന്ത് ചെയ്യണം, ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. എന്താണ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ? ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്? ദ പാത്ത് അലോങ് വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വുഡ് എപ്പോ, ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ. കുഴപ്പമില്ല, തന്നെ എഴുതാവുന്നല്ലേ ഉള്ളൂ, തന്നെ ഡെഫിനിഷൻ എഴുതി വെച്ചേ. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, the path along which a unit positive test charge would move. The path along which a unit positive test charge would move if it is free to do so. 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 നമ്മൾ അവനെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ അവൻ പോണ വഴിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കുക എന്നുള്ളൊരു ഏർപ്പാട്. ഡ്രോ ദ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ഡിഫറെന്റ് കേസസ്. ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ടെസ്റ്റ് ചാർജ് ആയിട്ട് എടുക്കുന്ന ഏതാ, യൂണിറ്റ് എന്ത് ചാർജ് എന്ന് പറഞ്ഞ യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്. അപ്പൊ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്താണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ നോക്കാം, ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആണെന്ന് കരുതാം. എന്താണ് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്? അപ്പൊ ഈ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ് വരിക? അപ്പൊ ഇതാ ശ്രദ്ധിക്കുക, ബോർഡ് ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. എന്താ പോസിറ്റീവ്, ഏതാണ് പോസിറ്റീവ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഞാനൊരു ഡി ക്യൂ ചാർജ് വെച്ചു. ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് ചാർജാ, പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. ഇത് എങ്ങടാ പോവാ മക്കളെ, ഇത് എങ്ങടാ പോവാ ഇത് മുകളിലേക്ക് പോവും അല്ലെ, കറക്റ്റ് ആണ് അല്ലേ? ഇവിടുന്ന് മുകളിലേക്കല്ലേ പോവാ. ഇനി അത് വളഞ്ഞു തിരിഞ്ഞു പോവും, അത് ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇല്ല. അത് എങ്ങനെയാ പോവാ, സ്ട്രെയിറ്റ് ആയിട്ട് പോവും. സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങടാ പോവാ, ഇവിടെയാണ് വെച്ചേന്ന് വരുന്നത് ഡി ക്യൂന്. അപ്പൊ അത് എങ്ങടാ പോവാ, നേരെ അങ്ങോട്ട് ഇടണം. പറയടാ, അകത്തേക്ക് ഇടണോ പുറത്തേക്ക് ഇടണം? ഇവിടുത്തെ ചാർജ് ആണെങ്കിലോ ഡി ക്യൂ പോസിറ്റീവ് ചാർജ് എങ്ങടായാലോ, ഉള്ളിക്കാണോ പുറത്തേക്ക്? ഇവിടെ എങ്ങടാ, പറ, ഇതൊക്കെ ചെറിയ കൺസെപ്റ്റുകളാണ്. എങ്ങടാ പുറത്തേക്ക്, ഇവിടെ എങ്ങടാ പുറത്തേക്ക്, ഇവിടെ എങ്ങടാ പുറത്തേക്ക്.
അപ്പൊ അതാ ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. എന്താണ് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത്? അവിടെ ആര് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നിലയ്ക്കല്ലേ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുക? ആണോ? യൂണിറ്റ് ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്ത് എല്ലാം കൂടെ വരയ്ക്കണം. ഇവിടെ വെച്ച് എങ്ങനെ പോകും, അവിടെ വെച്ച് എങ്ങനെ പോകും, ഇപ്പുറത്ത് വെച്ച് എങ്ങനെ പോകും. അപ്പൊ ഈ നിലയ്ക്കാണ് എന്ത് വരിക? അവിടെ ആ പാത്ത് നമ്മൾ ഡ്രോ ചെയ്യാം. അതിനെയാണ് എന്ത്? അപ്പൊ പരീക്ഷയിൽ എങ്ങനെ വരും? ഡ്രോ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഫീൽഡ് ലൈൻസ് വരയ്ക്കുക. അപ്പൊ ഇങ്ങനെ വരയ്ക്കണം. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഇനി നെഗറ്റീവ് ചാർജ് നിങ്ങൾ പറഞ്ഞ ഭാഷ എങ്ങനെ വരയ്ക്കണ്ടേ? ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പറഞ്ഞ എങ്ങനെ വരയ്ക്കണ്ടേ? ഉള്ളിലേക്ക് വരയ്ക്കണം അല്ലേ? അപ്പൊ കൂടെ അങ്ങോട്ട് വരയ്ക്കണം, ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിപ്പോ വരച്ചു എന്ന് പറഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ? ഇവണ്ട് അവിടെ ഇപ്പൊ ഇല്ല കേട്ടോ. ഇത് ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് ഇതേ വരയ്ക്കും. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്, ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്. ക്ലിയർ? രണ്ട് സെക്ഷൻ ആയിട്ട് വരച്ചോളൂ കേട്ടോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അത് കഴിഞ്ഞ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയേ. ടു പോസിറ്റീവ് ചാർജസ് അത് മാർക്ക് ചെയ്ത് നോക്കിയാൽ, ടു പോസിറ്റീവ് ചാർജസ്, രണ്ട് പോസിറ്റീവ് ചാർജസ്. രണ്ട് പോസിറ്റീവ് ചാർജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് വരിക? റഫ് ആയിട്ട് എവിടെയെങ്കിലും വരച്ച് നോക്കി ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാൽ. അതായത് രണ്ടും പോസിറ്റീവ് ചാർജ് ആണ്. ഇത് മാറ്റോട്ടെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായില്ലേ? രണ്ട് പോസിറ്റീവ് ചാർജ്, രണ്ട് പോസിറ്റീവ് ചാർജ് വരുമ്പോ എങ്ങനെയാണ് ഫീൽഡ് ലൈൻസ് വരിക എന്നുള്ളതൊന്ന് ആലോചിച്ചു. ടു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു പോസിറ്റീവ്, ഇവിടെ ഒരു പോസിറ്റീവ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എങ്ങനെയാ പോവുക. ഒരു പോസിറ്റീവ് ചാർജ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് പാത്തിൽ പോകും എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. ഇൻ വിച്ച് പാത്ത് ഇറ്റ് വിൽ ട്രാവൽ. കിട്ടിയോ? ചോദിക്കട്ടെ, ഇവിടെ ഞാനൊരു ഡിക്ക് വെച്ചു, ഇത് എങ്ങടെ പോവാ? ഇത് സൈഡിലേക്ക് പോകുള്ളൂ. ഇവിടെ വെച്ചു, ഇത് എങ്ങടെ പോവാ? അതും സൈഡിലേക്ക് പോകുള്ളൂ. ഇവിടെ വെച്ചു, ഇത് ഇങ്ങോട്ട് പോകും. ഇവിടെ വെച്ചു, ഇത് ഇങ്ങോട്ട് പോയി. ഇത് വെച്ചു, ഇത് എങ്ങടെ പോവാ? ഒന്ന് ആലോചിച്ചേ. ഇവിടെ ഒരു ഡിക്ക് വെച്ചു മാഷ്, പോസിറ്റീവ് ചാർജ് ഇവിടെ. ഇത് എങ്ങടെ പോവാ? അങ്ങടോ? അതെങ്ങനെയാ അങ്ങോട്ട് പോണ? ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ്. എങ്ങടെ പോവാ? ആലോചിക്കടാ, അതിന്റെ പാത്ത് ഒന്ന് ആലോചിക്കേ. അങ്ങോട്ട് പോണം ആണോ? ഇവിടെ പോസിറ്റീവ് ചാർജ് വെച്ചത് ഇങ്ങോട്ട് പോണം. പക്ഷെ എന്താ ഉണ്ടാവുക? അങ്ങോട്ട് അടുപ്പിക്കൂ. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും, അത് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ഇങ്ങനെയല്ലേ വരിക? ആണോ? അല്ല, അങ്ങോട്ട് പോകാനും പറ്റില്ല. അന്ന് ഇവിടുന്ന് എന്ത് ചെയ്യും വേണം? പോവും വേണം. അടിയിലത്തെ സെക്ഷനിലാകുമ്പോ ഇങ്ങോട്ട് വരും, താഴേക്ക് വരയ്ക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ആണോടാ? ശരിയല്ലേ? ഇനി അവിടുത്തെ അവസ്ഥ എന്താ? അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ചാർജ് എങ്ങടാ പോവാ? ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാനും പറ്റില്ല. എന്ന് ഇവിടുന്ന് എന്ത് ചെയ്യും വേണം? പോവും വേണം. ആണോ? ശരിയല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഈ നിലയ്ക്കാണ് എന്ത്? രണ്ട് പോസിറ്റീവ് ചാർജ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണ്ടേ? മാർക്ക് ചെയ്യണ്ടേ. ഈസി അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി രണ്ട് നെഗറ്റീവ് ആണെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ട് നെഗറ്റീവ് ആണെങ്കിലോ? രണ്ട് നെഗറ്റീവ് ആണ്. ഞാൻ ഇവിടെ വെച്ചു, ഇത് വരയ്ക്കാതെ ഇത് വരച്ച് കഴിഞ്ഞോ? വരയ്ക്കും. ഐഡിയ മനസ്സിലായി? ഇത് എന്തെങ്ങനെ വരാൻ കാരണം രണ്ട് സ്ഥലത്തുനിന്ന് റിപ്പൾഷൻ ആണ്. From both sides there is repulsion. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ? ഇത് മാച്ചോട്ടെ. ഐഡിയ കിട്ടിയിട്ടില്ലേ? ഇത് പകർത്തി വരയ്ക്കാന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലല്ലോ, കാര്യം മനസ്സിലാക്കിട്ട് വരയ്ക്കാം. ഇനി രണ്ട് നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവ് ആകുമ്പോ എന്തുണ്ടാവുക? പോസിറ്റീവ് ആകുമ്പോ ആരെ എങ്ങോട്ടാ? പറയൂ. പോസിറ്റീവ് ആകുമ്പോ ആരെ എങ്ങോട്ടാ? പുറത്തേക്ക്. സോ വാട്ട് അബൌട്ട് നെഗറ്റീവ്? എല്ലാ ആരോ ഇങ്ങോട്ട് വരും. ഇതേ സാധനം തന്നെ അല്ലെ? ഇതേ സാധനം തന്നെ ആരോസ് ഇങ്ങോട്ട് വരും, ഉള്ളിലേക്ക് വരും. അതായത് നമ്മൾ ഇവിടെ ഒരു ചാർജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശ്രദ്ധിക്കേ. ഇവിടെ ഒരു ചാർജ് വെച്ചു. എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ്. ചാർജ് ഇങ്ങോട്ടല്ലേ വരിക അല്ലെ? ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങോട്ടും പോവാം. അപ്പൊ ഇതും വരും, ഇതും വരും. പക്ഷെ ആരോ ഇങ്ങടെ വരിക? ആരോ ഉള്ളിലേക്ക് വരുന്നു മാത്രം. അത്രയും
ആരോ ഇങ്ങോട്ട് വരും ഉള്ളിലേക്ക്, നേരെ ഉള്ളിലേക്കാണ് എന്ത് വരിക, ആരോ വരും കേട്ടോ. രണ്ട് ആരോയും ഉള്ളിലേക്ക് വരും. മാറിട്ടെ, സിമ്പിൾ അല്ലേ കാര്യങ്ങള്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു വർക്ക്, പോസിറ്റീവ് നെഗറ്റീവും വന്നു. വാട്ട് വിൽ ഹാപ്പൻ? ഒരു ചാർജ് പോസിറ്റീവും മറ്റേ ചാർജ് എന്താ നെഗറ്റീവ്? അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, ആ രീതിയിലാണ് വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആലോചിച്ച് വരയ്ക്കാം. തന്നെ ആദ്യം ബുക്ക് നോട്ടിൽ നേരിട്ട് വരയ്ക്കണ്ട, നിങ്ങൾ റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാലും മതി. ആളുകളൊന്ന് പറഞ്ഞേ, പോസിറ്റീവും നെഗറ്റീവും ആണ് വെച്ചാണ് എന്ത് സംഭവിക്കും? ഇവിടെ മാഷ് പോസിറ്റീവ് പ്ലേസ് ചെയ്തു, ഇവിടെ മാഷ് നെഗറ്റീവ് പ്ലേസ് ചെയ്തു, എന്താണ് സംഭവിക്കുക? പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. കാതറിൻ മേരി, ഇവിടെ നമ്മള് പോസിറ്റീവ് ചാർജ് വെച്ചു, എന്താ ഉണ്ടാവുക? പോസിറ്റീവും പോസിറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. പിന്നെ പിന്നെ ആലോചിച്ച് നോക്കൂ, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, അപ്പൊ എന്താ സംഭവിക്കുക? അത് പിന്നെ എടുക്കാം, ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ ആണ്. ആദ്യത്തെ ക്ലാസ് പോട്ടെ, ഇത് പറഞ്ഞോളെ. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എന്ത് ചെയ്യും? നിനക്ക് ഇവിടെ ഇഷ്ടമല്ല, അവളെ ഇഷ്ടമാണ്, അപ്പൊ നിന്നെ ഇവിടെ എത്തി കഴിഞ്ഞ് എവിടെ പോവാ? ഇവിടെ അടുത്തേക്ക് പോകും അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞേ, എവിടെ അവിടേക്ക് പോവുന്നത്? അപ്പുറത്തേക്ക് പോകും. കറക്റ്റ് ആണ്. അല്ലടാ മക്കളെ, ബാക്കിയൊരു ശ്രദ്ധിക്ക്, ശരിയല്ലേ? അപ്പൊ ആ പാത്ത് എങ്ങനെ വരയ്ക്കുക? എവിടുന്ന് തുടങ്ങും? പോസിറ്റീവിൽ തുടങ്ങും, നെഗറ്റീവിൽ അവസാനിക്കും. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരും. തിരിച്ചു വരവില്ല കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിന് എന്തില്ല? തിരിച്ചു വരുന്ന പരിപാടി ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് പോലെ അല്ല കേട്ടോ. ഇവിടുന്ന് തുടങ്ങും, എവിടെ അവസാനിക്കും? നെഗറ്റീവിൽ അവസാനിക്കും. ഇവിടുന്ന് തുടങ്ങും, നെഗറ്റീവിൽ അവസാനിക്കും. ഇവിടുന്ന് തുടങ്ങും, നെഗറ്റീവിൽ അവസാനിക്കും. അത് അങ്ങനെയല്ല പാത്ത് വരിക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ശരിയാണോ? അപ്പൊ ഈ രീതിയിലാണ് എന്ത് പാത്ത് വരുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോണ സാധനം ഇങ്ങനെ പോയി വലിയ സർക്കിൾ അടിച്ചിട്ട് എവിടെ വന്ന് കയറും? ഇവിടെ വന്ന് കയറും അല്ലേ? ഇവിടെ വന്ന് കയറും, ഇവിടെ വന്ന് കയറും അല്ലേ? ഇവിടുന്ന് പോണ ടീമുകൾ പോവില്ലേ? ഓടാ പറയടാ അല്ലേ? അയ്യോ, ആ അല്ല, ഇവരിങ്ങനെയല്ല പോവാ. സോറി, ഇവരെങ്ങനെയാ പോവാ? ഇങ്ങനെ അടിയിലേക്കല്ലേ പോവാ? ഇവിടെ നിന്നിട്ട് അല്ലേ? ആണോ? ഇവിടൊക്കെ എവിടെ വന്ന് കയറും? ഇവിടെ വന്ന് കയറും. എന്താ ഒരു ഡിസ്റ്റർബൻസ്? ശരിയല്ലേ? ഇത് തെറ്റിയിട്ടാ? ഇതിലോ കറക്റ്റ് ആണല്ലോ. ഐഡിയ മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകും അല്ലേ? ഇവിടത്തെ ആൾ ഇങ്ങോട്ട് പോകും, എന്നിട്ട് എവിടെ വന്ന് അപ്പുറത്തേക്ക് വന്നു. എവിടെ വന്ന് കയറും? ഇവിടെ വന്ന് കയറും. ഐഡിയ മനസ്സിലായ? ക്ലിയർ ആണോ? അപ്പൊ ഏതാ ഇത്? പോസിറ്റീവും നെഗറ്റീവും. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ മുകളിൽ ഇലക്ട്രിക് ഡൈപോൾ എന്ന് എഴുതാം കേട്ടോ. ഇലക്ട്രിക് ഡൈപോൾ. എന്താ ഡൈപോള്? ഡെഫിനിഷൻ പറഞ്ഞു. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഡൈപോളിന്റെ യൂണിറ്റ് എന്താ? സ്മോളർ യൂണിറ്റ് ഡിബൈ. വാല്യൂ ഓർമ്മയുണ്ടാ? 1 ഡിബൈ ഈക്വൽ ടു 6 പോയിന്റ് അല്ല 3 പോയിന്റ്. പറഞ്ഞു അല്ലേ? 3 പോയിന്റ് ആണ്. 3.2 into 10 raised to minus 30 ആണോ? ഓർമ്മയില്ല, അറിയില്ല. എന്താ വന്നേ? ഇതുപോലെ വരും അല്ലേ? അപ്പൊ എന്താ ഇവിടെ ഇലക്ട്രിക് ഡൈപോള്? ഫിസിക്സിൽ ഇനി പുതിയ ഡൈപോളാണോ? അല്ല, അത് പഠിച്ചു തന്നെ. എത്ര ചാർജസ്? ഡൈ എന്താ? 2 പോൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജസ്. എത്രയാണ്? ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലായേ? ഇത് കാണുമ്പോ ഈ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടുന്ന് തുടങ്ങുകയാണ് ചെയ്യണേ? എവിടുന്ന് തുടങ്ങണേ? എവിടെ അവസാനിക്കും? അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് ഇനി എഴുതാൻ പോണേ നമ്മള്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ ഈ പഠിച്ചതിനെ വെച്ച് നിങ്ങൾ പറഞ്ഞോ. ഇലക്ട്രിക് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ് ഇൻ നെഗറ്റീവ് ആണോ? അല്ലേ? ഇനി ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാർജ് ആണെന്ന് കരുതുക. എന്ത് ചാർജാ? ഐസൊലേറ്റഡ് ചാർജ് എന്ന് പറയുമ്പോൾ എത്രണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ്. അത് എവിടുന്ന് തുടങ്ങുക? ചാർജിൽ തുടങ്ങും. എവിടെ അവസാനിക്കുന്നത്? റിപ്പൽ ചെയ്ത് എവിടെ വരെ പോവുത്? എവിടെ വരെ പോവും? ഇൻഫിനിറ്റി വരെ പോവും അല്ലേ? പോയിക്കൊണ്ടേയിരിക്കില്ലേ?
റിപ്പൽഷൻ ഫോഴ്സ് പൂജ്യമുണ്ടോ? കൂളോംസിലെ പ്രകാരം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തിയറിറ്റിക്കലി ഫോഴ്സ് പൂജ്യമുണ്ടോ? പ്രാക്ടിക്കലി ആവുണ്ട ഇല്ല. പക്ഷെ വളരെ എന്തായിരിക്കും, കുറവായിരിക്കും മാത്രം. അപ്പൊ ഇത് റിപ്പൽഷൻ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, പറയടാ ഒന്ന്, റിപ്പൽഷൻ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, സംഭവിച്ചുകൊണ്ടേയിരിക്കും. എവിടെ വരെ? അപ് ടു ഇൻഫിനിറ്റി വരെ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അല്ലെ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണ് എന്ത് അതിന്റെ ഒരു കൺസെപ്റ്റ്. അത് നമുക്ക് എഴുതണം. ഇനി ചോദിക്കട്ടെ, ഇതിങ്ങനെ പോണ പാത്തില് ഇടയിൽ ബ്രേക്കിംഗ് ഉണ്ടാവോ? ഇവിടുന്ന് ഇങ്ങനെ പോണ സാധനം അങ്ങനെ ബ്രേക്ക് ചെയ്യാണ്ട് എവിടെ വരെ പോകണം? അത് പോണ പാത്ത് വരെ പോകണം അല്ലെ? ഒരു ഇലക്ട്രിക് ലൈൻസ് ഫോഴ്സ് പോയി ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ വരുമോ? ഇതിന്റെ ഇടയിൽ ഇങ്ങനെ പോയി ഇതിന്റെ ഇടയിൽ പോവില്ലല്ലോ. അപ്പൊ ഒരിക്കലും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താവില്ല, ബ്രേക്ക് ആവില്ല. അത് എന്തായിരിക്കും? ഓൾവേസ് തുടർന്ന് ഇങ്ങനെ പോയിരിക്കും. അതിന് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞേ ഓൾവേസ് കണ്ടിന്യൂസ്. ദേ ആർ കണ്ടിന്യൂസ്. ഇടയില് ബ്രേക്ക് ചെയ്തിട്ട് കാണാണ്ടാവുന്ന പരിപാടി ഇല്ല. മനസ്സിലായ? നിങ്ങളിപ്പോ എവിടെന്നെങ്കിലും നിങ്ങൾ പോവാണ്, നിങ്ങൾ വഴിക്ക് പോവാണ്, നിങ്ങൾ പോണ ഒരു പാത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നിങ്ങൾ വീട്ടിൽ പോവാണ്, നിങ്ങൾ വീട്ടിൽ പോണ ഒരു പാത്ത് ഉണ്ടാവും അല്ലെ? പോണ ഒരു വഴി ഉണ്ടാവും. ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പിൽ കാണാണ്ടാവോ? ഇല്ല. കാണാണ്ടായ പക്ഷക അല്ലെ? കുറച്ചൊരു ഗ്യാപ്പിൽ കാണാണ്ടാവോ? ഇല്ല. ഇനിയിപ്പോ കാണാണ്ടായാലും ആ പാത്തിലില്ല എന്നുള്ളൂ. നിങ്ങൾ പോയ പാത്ത് വേറെ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഇങ്ങനെ പോണു, നിങ്ങൾ ഇങ്ങനെയാണോ പിന്നെ പാത്ത് പറയാ നിങ്ങള്? അല്ല, അവിടെ ഒരു പാത്ത് വേറെ ഉണ്ടാവും. ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ പോകും അല്ലെ? പാത്ത് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്രത്യക്ഷമാവും എന്നാണ് ചോദിക്കണേ. ചാർജ് അങ്ങനെ ഫോഴ്സിൽ റിപ്പൽ ചെയ്ത് പോകുമ്പോ ചാർജ് അപ്രത്യക്ഷമായിട്ട് വേറെ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ അങ്ങനെ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോ ഓർമ്മയില്ലേ? സെക്കൻഡ് ഓർബിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാ കാണാൻ? ചിലപ്പോൾ ആളെ തേർഡിലേക്ക് കാണാം. അതിന്റെ ഇടയിൽ എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? എൻടാങ്കിൾമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞേ, ഇലക്ട്രിക് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ശ്രദ്ധിക്കണ. കൈയോടെ പഠിച്ചു പോകാൻ പറഞ്ഞ് എടുക്കണേ. ഇലക്ട്രിക് ലൈൻസിന്റെ രണ്ട് പ്രോപ്പർട്ടീസ്. ഒരു പ്രോപ്പർട്ടി പറഞ്ഞേ, ദേ സ്റ്റാർട്ട് ഫ്രം എൻഡ് നെഗറ്റീവ്. രണ്ടാമത്തെ പറഞ്ഞേ, ദേ ആർ എന്താ? ദേ ആർ കണ്ടിന്യൂസ് അല്ലെ? സ്പേസ് ഉണ്ടാവില്ല. ദേ ആർ കണ്ടിന്യൂസ്. 2 പോയിന്റ്, 4 പോയിന്റ് മിനിമെങ്കിലും പഠിക്കാട്ടോ. നീ ആ ബേക്കറിയുടെ കഥ പറഞ്ഞു നമ്മൾ അല്ലെ? ഫീൽഡ് ലൈൻസ് അവിടെ കൂടുതലാണെങ്കിൽ എന്താ? അവിടെയുള്ള എന്ത് കൂടുതലാ? ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ പോസിറ്റീവ് ചാർജ് എടുക്കുക. ഈ പോസിറ്റീവ് ചാർജ് എവിടെയാ സ്ട്രെങ്ത് കൂടുതൽ? ഈ പോസിറ്റീവ് ചാർജിന്റെ അടുത്തല്ലേ ഫീൽഡ് കൂടുതൽ ഉണ്ടാവുക? ആണോ? അതിലേക്ക് പോകുമ്പോൾ എന്ത് കുറയും? ഫീൽഡ് കുറയും. എവിടെയാ ഡെൻസിറ്റി? ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി ഇവിടെയല്ലേ കൂടുതൽ? നിങ്ങൾ വരച്ച പോസിറ്റീവിന്റെ മാത്രം പടം എടുത്ത് നോക്കിയേ. പോസിറ്റീവിന്റെ പടം മാത്രം എടുത്ത് നോക്കിയേ. പോസിറ്റീവിന്റെ പടം എടുക്കുമ്പോ പോസിറ്റീവിന്റെ അടുത്താണ് എന്ത് കൂടുതൽ ലൈൻസ്. അകലേക്ക് പോകുന്നതോറും ലൈൻസ് എന്താ? ലൈൻസിന്റെ എന്ത്? ലൈൻസ് അല്ല, ലൈൻസിന്റെ എന്ത്? തിരക്ക്. ലൈൻസിന്റെ എന്താ? തിരക്ക്. ആ ലൈൻസിന്റെ തിരക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ. ബേക്കറിയുടെ കാര്യം ആലോചിച്ചാൽ മതി. ഒരു ബേക്കറിയുടെ മുന്നിൽ നിറച്ച് തിരക്ക് വരുന്നെങ്കിൽ എന്താ? അവിടെ കുറച്ചുകൂടെ ആളുകളെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. മറ്റോടത്ത് അത്ര ചെയ്യുന്നില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി എന്താ? നമുക്ക് ഡെൻസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പാത്തുകൾ നല്ലോണം എന്ത് ചെയ്യുന്നുണ്ട്? അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട് അല്ലെ? ആണോടാ? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അവിടെ ഡെൻസർ ആണ്. ഡെൻസർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ എന്തായിരിക്കും? പറയൂ, കൂടുതലായിരിക്കും. ഡെൻസിറ്റി കുറവാണ്. അപ്പൊ അവിടെ കാര്യമായിട്ടുള്ള എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. കാര്യമായിട്ടുള്ള എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോ രണ്ടാമത്തെ പോയിന്റ് ആയി അല്ലെ? എന്താ? ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗിവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അവിടെ പറഞ്ഞ കൂടെ, ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗിവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റി എടുത്ത് കളഞ്ഞാൽ വെറും എന്ത്? ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗിവ്സ് ദ പറയുന്ന സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എത്ര പ്രോപ്പർട്ടി പഠിച്ചപ്പോ? ആദ്യത്തെ പ്രോപ്പർട്ടി ഏതാ? They are the density of electric field lines gives the strength of electric field at that point. കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആണോ? സംശയമില്ലല്ലോ? ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഫീൽഡ് ലൈൻ ഇങ്ങടാ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടുന്ന് അങ്ങട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങടാ? മനസ്സിലായില്ല? അതായത് ഇതാണ് പോസിറ്റീവ് ഡിസ്ചാർജ്, ഇതിന്റെ പാത്ത് ഇങ്ങടാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? എങ്ങടാ പോയേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? പോസിറ്റീവ് സൈഡ് എവിടെയാ? നെഗറ്റീവ് സൈഡ് എവിടെയാ? ഇത് ഇങ്ങനെയാ പോയേ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് എവിടെയാ? നെഗറ്റീവ് എവിടെയാ?
ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും എവിടുന്ന് എവിടേക്കാ പറയാന്നറിയോ? ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ പറഞ്ഞേ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ ചോദിച്ചാൽ എങ്ങടാ? പോസിറ്റീവ് അപ്പൊ അങ്ങടെ അവിടെയാണ് മനസ്സിലായി, നെഗറ്റീവ് എവിടെയാണ് മനസ്സിലായി. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ എന്ത് പറയേണ്ടത്? ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് പറയേണ്ടത്. ഇങ്ങോട്ട് പോയി അപ്പൊ എങ്ങടാ? ഒറ്റത്രയുള്ള എങ്ങടാ? അങ്ങട് ഇങ്ങോട്ട് പോയി എങ്ങടാ? മോളിക്ക് പോയി എങ്ങടാ? അങ്ങോട്ട് പോയി എങ്ങടാ? അല്ലേ? ഇനി ആലോചിക്കേ, ഇങ്ങനെ പോയാലോ? ഇവിടുന്ന് ഇങ്ങനെ പോയാലോ? ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോയി, അതായത് ബോളിൽ വരയ്ക്കാം. അതായത് ഇങ്ങനെ പോയേ, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയ അതിന്റെ അർത്ഥം എന്താ? ആലോചിക്കേ, അങ്ങനെ പോയി. നമ്മളിപ്പോ അന്ന് പറഞ്ഞ കാര്യം, അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ്. അതായത് ഇപ്പൊ ഒരാളിവിടെ നിൽക്കാണ്, ഓക്കെ, ഒരാള് നിൽക്കാണ്, വേറൊരാള് പുറകിൽ നിൽക്കാണ്. ഇയാളെ ഈ ഡയറക്ഷനിൽ തള്ളി, അപ്പൊ ഇയാൾ അങ്ങടല്ലേ പോവാ? കുറച്ചുകൂടെ ആ ഡയറക്ഷനിൽ തള്ളി, അപ്പൊ അയാൾ ഇവിടെ എത്തിണ്ടാവൂടാ. ഇനി എന്ത് ചെയ്തു? കുറച്ച് അയാൾ മാറി നിന്നിട്ട് പിന്നെ ഇവിടെ ഇങ്ങടെ തള്ളണേ, അപ്പൊ അയാൾ എങ്ങടെ പോവാ? ഇങ്ങടല്ലേ പോവാ? പിന്നെ ഇവിടെ ഇയാള് കുറച്ചുകൂടെ മാറി തള്ളി അടിയിരിക്കുക, അപ്പൊ ഇയാൾ ഇങ്ങടല്ലേ പോവാ? ആണോ? അപ്പൊ ഇയാളുടെ പാത്ത് എങ്ങനെയാ? ഇങ്ങനെ, ശരിയല്ലേ? ഇയാളുടെ പാത്ത് എങ്ങനെയല്ലേ വരിക? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ പാത്ത് വന്നതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ പാത്ത് വന്നതിന്റെ അർത്ഥം പറഞ്ഞേ, ഇതാണ് പോസിറ്റീവ് ചാർജ് പോയ പാത്ത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇങ്ങടല്ലേ? ആണോ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇങ്ങടല്ലേ? ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങടാ? ഇങ്ങടല്ലേ? ഇവിടത്തെ എങ്ങടാ? ഇങ്ങട്. ഇവിടുത്തെ എങ്ങടാ? ഇവിടുത്തെ എങ്ങടാ? ഇവിടുത്തെ എങ്ങടാ കുത്തനെ? ആ അല്ലേ? അപ്പോഴെല്ലാം വളഞ്ഞു വളഞ്ഞു വരുമല്ലോ. നിങ്ങൾ ഈ ഡയറക്ഷനിൽ മാത്രമാണ് തളഞ്ഞ ചെയ്യാൻ ഇങ്ങോട്ട് പോയാനെ, ഇങ്ങോട്ട് പോയാനെ. ഈ ഡയറക്ഷനിൽ മാത്രമാണെങ്കിൽ ഇങ്ങോട്ട് പോയാനെ. ഇതിലിപ്പോ എന്താ സംഭവിച്ചേ? ഓരോ മിനിറ്റിൽ എന്ത് മാറി? ഒരു സെക്കൻഡിൽ മൊമെന്റിൽ എന്ത് മാറി? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറി. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പോണ പാത്തിനോട് എന്ത് വരച്ച് നോക്കിയാൽ മതി? പറയേ, ടാൻജന്റ് വരച്ച് നോക്കിയാൽ മതി അല്ലെ? എന്ത് വരച്ച് നോക്കിയാൽ മതി? ടാൻജന്റ് വരച്ച് നോക്കിയാൽ മതി അല്ലെ? അപ്പൊ എങ്ങനെ പറയാം? ദ ടാൻജന്റ് ഡ്രോൺ ടു ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് നമ്മൾ എന്ത് വരച്ച് നോക്കുക? ടാൻജന്റ് വരച്ച് നോക്കുക. ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ് എന്ത്? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആണ് എന്ത്? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ എന്ത്? ഡയറക്ഷൻ. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആ പോയിന്റ് ഇവിടെ പറഞ്ഞേ എന്താ? ദ ടാൻജന്റ് ഡ്രോൺ എവിടെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. പറയേ, ദ ടാൻജന്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഗിവ്സ് ദ ഏത് ഡയറക്ഷൻ? ഡയറക്ഷൻ ഓഫ് ആരാ? ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ പറഞ്ഞേ, ദ ടാൻജന്റ് ഡ്രോൺ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ്. ഇനി ആലോചിക്കേ, രണ്ട് ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടി ചോദിക്കട്ടെ, രണ്ട് സ്ട്രീം ലൈൻ ഫ്ലോ ഇന്റർസെക്ട് ചെയ്യോ? ഇല്ല. എന്താ സ്ട്രീം ലൈൻ ഫ്ലോ ഇന്റർസെക്ട് ചെയ്യാത്തെ? മറന്നത്. They will have at the point of intersection it will have, പറയേ, കറക്റ്റ് ആണ്, two direction which is not പറയടാ, which is not possible formally. രണ്ട് സ്ട്രീം ലൈൻ ഫ്ലോ ഇന്റർസെക്ട് ചെയ്യാൻ പഠിച്ച ചോദ്യം. അത് വിട്ടേരി. രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യോ? ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യോ? ഇല്ല. ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇവിടുത്തെ ഫീൽഡ് എങ്ങടാ? അങ്ങട്. ഇവിടുത്തെ ഫീൽഡ് എങ്ങടാ? ഇങ്ങട്. അപ്പൊ എത്ര ഡയറക്ഷൻ വരും ഇലക്ട്രിക് ഫീൽഡിന്? പറയേ, അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ? അതിന് രണ്ട് ഡയറക്ഷനിൽ ഒരു ചാർജിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിസൾട്ടന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. എന്തുകൊണ്ടാ ചെയ്യാത്ത? ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ വരും, വിച്ച് ഈസ് നോട്ട് പറയേ പോസിബിൾ. അതെന്തല്ല? പോസിബിൾ അല്ല. അപ്പൊ അതും ഒരു പോയിന്റ് ആണ്. എന്താണ്? ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് never intersect each other. Never intersect each other. അപ്പൊ അത്രയാണ് എന്ത് പറഞ്ഞത്. ഇനിയുണ്ട് കുറെ പോയിന്റുകൾ, നമുക്ക് ആവശ്യമുള്ള മാത്രം മതി. 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മള്? പിന്നെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യണ്ട. ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ തിരിച്ചെത്തി, അങ്ങനെ എത്തണ്ട ഇവിടെ. ഇല്ല. പോസിറ്റീവ് എന്ന് തുടങ്ങിയ നെഗറ്റീവില് തീരാണ്. തിരിച്ചൊരു വരവുണ്ടോ? ഇല്ല. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഫോം എന്താ? ക്ലോസ്ഡ് ലൂപ്സ്. അപ്പൊ പോയിന്റ്സ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റത്തെ പോയിന്റ് എന്താ? പ്രോപ്പർട്ടി എന്താ? They start from പോസിറ്റീവ് ടു നെഗറ്റീവ്. പിന്നെന്താ പറഞ്ഞത്? അത് ഒരു പോസിറ്റീവ് തുടങ്ങും നെഗറ്റീവിലേക്ക് പോകും. പിന്നെന്താ? They are
കണ്ടിന്യൂസ്. പിന്നെ the density of number lines gives the strength of electric field. പിന്നെ എന്താ പറഞ്ഞത്? Tangent drawn to the electric field gives the direction of electric field at that point. പിന്നെ എന്താ? Two electric field lines never intersect. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. ഒന്ന് വായിച്ചു നോക്കിയേ, ചോദിക്കാം. പഠിക്കാനുള്ള ലിസ്റ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നോ പക്ഷെ? ഇല്ലേ? ആ കുഴപ്പമില്ല, എല്ലാം പഠിക്കണല്ലോ. അത് കഴിഞ്ഞ് ചോദിച്ചിട്ടായിരുന്നു. പ്രോപ്പർട്ടീസ് ഒന്നും കൂടെ പഠിക്കാം, എന്നിട്ട് എഴുതാം. ക്ലാസ് റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ. എന്തായി, സെറ്റായോ? എന്തായി? നിരഞ്ജനാണ് ബർത്ത്ഡേ ആയിട്ട് വന്നില്ല ആള്. വന്നിട്ടുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ. ഉണ്ടായി വന്നിട്ടേ നാളെ കൊണ്ടന്നെ. ആ 4-ാം തീയതി ആയിരുന്നു അല്ലേ? 25-ാം തീയതി. ലേറ്റ് വിഷസ്. എന്തായി? അന്നയുടെ ലീവ് എവിടെയാ? അടി മാറിയാ? ഇല്ല, ലീവും കിടിച്ചിട്ടാണല്ലോ ഇരിക്കണേ. ആയി അന്ന ക്ഷമിച്ചിനി. അലമ്പാണ്. ആറ് തന്നെ കണ്ടില്ലല്ലോ. മാഷിക്ക് ചെലവൊന്നുമില്ലടാ. അയ്യൊന്ന് കാശിട്ടിട്ട് ഒന്നും കിട്ടിയില്ലേ? എത്ര കിട്ടി? 8, 100, 700, 800. എത്ര ദിവസം വണ്ടി എടുത്തു? 25 ദിവസം. പട്ടിപ്പണി എന്നാണ് അല്ലേ? ആ അല്ല, കോട്ടിന്റെ ഇതാണല്ലോ അല്ലേ? കുഴപ്പമില്ല. AC-ലൊക്കെ ഇരുന്ന് കൊള്ളാലോ പണി. ഞാൻ പോയല്ല. 19 കിട്ടി. അങ്ങനെയാ 400 വെച്ചിട്ടാണ്. ആ മറ്റേ ചായയുടെ കേസൊക്കെ പറഞ്ഞല്ലേ? ബസ് കാശൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഇപ്പൊ ഇന്നലെ തന്നു ഒരു കാശ്. അല്ല, 30 തന്നു അല്ലേ? ഉടായിപ്പൊന്നും കാണിച്ചില്ല. കുഴപ്പമില്ല. ചെറിയ പോയിന്നാ പണിക്ക് പോയിട്ടാ വെക്കേഷന്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലേ? ജിമ്മേ പോയി. എന്തിനാടാ? വേറെ ആരും പോയില്ലേ? വെക്കേഷന് വേറെ പരിപാടിയൊന്നും ചെയ്തില്ലേ? അപ്പൊ സ്വിമ്മിങ് പഠിക്കാൻ പോയ ആള് ഫെജോനെ കാണാനില്ലല്ലോ. കുളത്തിലൊക്കെ സ്വിമ്മിങ് പഠിക്കാൻ പോണ്ടായിരുന്നില്ല. ആരാ? റാഫേൽ പഠിച്ചാ? എന്നിട്ട് ഫെജോന്റെ എവിടെ പോയേ? എവിടെ പോയേ? നമ്മളോ അതല്ലേ സെറ്റാക്കിയ? നർമ്മല മഠം അതെവിടെയല്ലോ? നർമ്മല കുളം അതെവിടെയാ? എവിടെ? കോഞ്ചേരി പോയിട്ടാ? എവിടെയാ? തിരിച്ചറിയലൊരു കുളമുണ്ട്. എങ്ങോട്ട്? തിരിച്ചറിയൽ സൈഡിൽ കൂടെയുള്ള വഴിയില്ല. പിന്നെയും കുളമുണ്ട് അവിടെ. ആ മറ്റേ ഇറക്കിറങ്ങി വരുന്നിടത്താണോ പറയണേ? ഇറക്കിറങ്ങി പോയി അപ്പൊ ഒരു ചെറിയ കുളം പോലെ ഉണ്ട്, അതാണോ? അതല്ല, വലിയ കുളമുണ്ടോ? തിരിച്ചറ മനസ്സിലായി. തിരിച്ചറല്ല വലിയ കുളം. ഇപ്പൊ വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞു. വൃത്തിയാക്കിയോ? അതിൽ നീന്താൻ പറ്റും? കശക ചേറല്ലേ? അടിയില് പെടില്ല ചിലപ്പോ. എവിടെയാ പഠിച്ച സെറ്റായി? എന്നിട്ട് ഇപ്പൊ നിർത്തി. എന്നിട്ട് പോക്ക് ആഴ്ചയില 4 ദിവസം ഒരുമിച്ച് പോയിട്ട് പഠിച്ച് അവസാനിപ്പിക്കണം. ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ ആയിട്ട് പോണം. ആരെ പഠിപ്പിക്കണ? ആശാൻ. പിള്ളേരുണ്ട്, നോക്കിട്ടൊക്കെ നീന്തിക്കോട്ടാ. തല കളയിരിക്കും ലാസ്റ്റ്. എത്ര പേര് നീന്തൽ പഠിച്ചു എന്നിട്ട് കൈ പൊന്തിച്ചേ? ഒക്കെ വെറുതെ ഇരിക്കല്ലേ വീട്ടില്? വേറെ എന്തിനു ചെയ്തേ? ഒരു സൈഡിൽ നിന്ന് ചോദിക്കാം. എവിടെയാ? ഒന്നും ചെയ്തില്ലേ?
സ്വിമ്മിങ് പഠിച്ചു, പഠിക്കാൻ പോണം എന്നാ പോണം? പോണ്ട് ഇപ്പൊ ഓൾറെഡി. വെരി ഗുഡ്. എവിടെയാ പോണേ? തൃശ്ശൂര് പോണ്ട്. എന്താ സെറ്റായ? എത്ര പൈസ? 2000. ഒന്നുമില്ല, അറിയാം. ഓ വരൂ. യോഗക്ക് യോഗ ടീം എത്തിണ്ട്. ശവാസനൊക്കെ പഠിച്ചു. ഫ്ലെക്സിബിൾ ആവണ്ട, ചെറുതായിട്ട് ഫ്ലെക്സിബിൾ ആയി വരുന്നേ. സ്വിമ്മിങ് പഠിച്ചു, പോണ്ട്. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഒരു പരിപാടിയില്ല. എന്നെയാ ലിമിയ വെക്കേഷന് അറിയാം. എന്നാ പഠിച്ചപ്പോ? ചെറുപ്പത്തിലെ പഠിച്ചിട്ടാ? ഒരു പരിപാടിയില്ല, അറിയാം. അറിയാം. വെക്കേഷൻ വേറെ പരിപാടിയൊന്നുമില്ല. കരാട്ടക്കാ? ക്യാമ്പിനാ? ഡാൻസിന് പോണ്ട്. അത് പിന്നെ പോകാറില്ലല്ലേ? എന്ത് ഡാൻസാ? ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം ഉണ്ട്. കുച്ചിപ്പൊടി ഉണ്ട്. കിണ്ണത്തിൽ കളിക്കുന്ന പരിപാടിയൊക്കെ കിണ്ണായിട്ടില്ല, സമയം എടുക്കുമല്ലേ? എന്തിനാ സ്വിമ്മിങ്ങിന്? ഡാൻസിന് പോണ്ട്. ഏതാ സെയിം? അല്ല, നമ്മള് മറ്റേ സാധനം, BTSന്റെ സാധനം, സിനിമാറ്റിക് ഭരതനാട്യം. അതന്നെ വേറെ ക്ലാസ്സാ? വേറെ സ്ഥലത്താണ്. സെയിം ഡാൻസ് തന്നെ. ഭരതനാട്യം, മോഹിനിയാട്ടം അതൊക്കെ ഒരു സാധനം തോന്നാം അല്ലേ? വ്യത്യാസമുണ്ട്. പാട്ടുകൾ വ്യത്യാസമുണ്ട്, സ്റ്റെപ്പുകൾക്ക് വ്യത്യാസം, മുദ്രയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഏകപതാക അല്ലേ? പിന്നെന്താ ദ്വിപതാക അകത്തിയ കഴിഞ്ഞ ഫസ്റ്റ് സാധനം തോന്നാം അല്ലേ? എത്ര മുദ്രയാ ചോദിക്കട്ടെ? 12 മുദ്രയല്ലേ? അല്ല, ഏതൊരു വീഡിയോയിൽ കണ്ടല്ലോ. മൊത്തം എത്ര മുദ്രയാ? എന്നോട് ചോദിക്കട്ടെ. പഠിപ്പിച്ചതല്ലേ? എണ്ണല്ലേ ഇതിന്? കൈ അതിനെന്തല്ലേ? കുറെ ടൈപ്പ് ഉണ്ടാവും. പിന്നെ അർത്ഥമുണ്ട് ഈ ഡാൻസിന്. ഈ ഡാൻസ് കാണുമ്പോ മനസ്സിലാവാൻ എന്താ ചെയ്യണ്ട? മുദ്രയൊക്കെ നമ്മൾ പഠിക്കണം അല്ലേ? എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ? പാട്ടിന്റെ വരിയുടെ കൂടെയുള്ള മുദ്രകൾ ഉണ്ടാവോ അതില്? അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പൊ ഏത് പാട്ട് എഴുതിയാലും നിങ്ങൾ മുദ്രയിൽ കാണിക്കും. അങ്ങനെയാണ് എന്റെ സംഭവം. ഞങ്ങളൊരു പ്രാവശ്യം കലാമണ്ഡലത്തില് കഥകളി ഉണ്ടെന്ന് പറഞ്ഞു. കഥകളി അല്ല, അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഫ്യൂഷൻ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കലാമണ്ഡലത്തിലേക്ക് പോയി. അപ്പൊ അന്ന് പോയപ്പോ നല്ല സൂപ്പറായിരുന്നു. ഫ്യൂഷൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ വന്ന് അത് കുറച്ച് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഒരു താല്പര്യം തോന്നി അതിനോട്. പിന്നീട് കഥകളി ഉണ്ടെന്ന് പറഞ്ഞു. അവസാനം കഥകളി കാണാൻ പോവാ. എന്താ സംഭവം അറിയാം? ഒന്നും തീരില്ല. കുറച്ച് കഴിയുമ്പോ ബോറിംഗ് ആയി തുടങ്ങി. സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് വിറപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞപ്പോ എന്താ നടക്കണേന്ന് കുടിയിൽ കൊടുത്താൽ വിട്ടിട്ടില്ല. എന്താ അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ചില ആൾക്കാർ അപ്പുറത്തെ ഇപ്പുറത്തേക്കൊക്കെ കുറച്ച് അവരുടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. അവർക്ക് എന്തൊക്കെയോ കാണിക്കേണ്ടവര്, കാണുന്നവര്. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണില്ല, മനസ്സിലാവണില്ല എന്താ ചെയ്യണെന്നുള്ളത്. എന്താ ചോദിക്കട്ടെ മാഷ്? നടച്ചു വെച്ചേ പത്തരം നടച്ചു വെച്ചേ. ആപ്സിലോൺ ആർ എന്താ ശിവ എന്ന് പറഞ്ഞ? ആപ്സിലോൺ ആറിന്റെ ഇക്വേഷൻ അതെ ആയിരിക്കും. അത് വോയിസ് ഇട്ടാണ് തോന്നുന്നു അല്ലേ? ഇത് പറഞ്ഞ ആപ്സിലോൺ ആർ ഈക്വൽ ടു ഇക്വേഷൻ പറഞ്ഞാൽ മതി. ആപ്സിലോൺ 0 ആണ് ആദ്യം തന്നെ. ആപ്സിലോൺ ഇൻറ്റു ആണോ? ആപ്സിലോൺ ഒന്ന് പറയടാ വേഗം. ആപ്സിലോൺ രണ്ടും തമ്മിൽ എന്താ? ഡിവിഷൻ ആണോ, ഇൻറ്റു ആണോ, പ്ലസ് ആണോ, മൈനസ് ആണോ? ആപ്സിലോൺ ബൈ ആപ്സിലോൺ 0 അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ആപ്സിലോൺ ഈക്വൽ ടു ആപ്സിലോൺ ആർ ഇൻറ്റു ആപ്സിലോൺ 0 പഠിച്ചിട്ടുണ്ടാ? കൂളോംസിലെന്ന് പറഞ്ഞേക്കേ. ആദ്യം ഫോഴ്സ് പറയണം കേട്ടോ. ഫോഴ്സ് ബിറ്റ്വീൻ 2 സ്റ്റേഷനറി ചാർജസ്. ഷെറിന് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഷെറിന് ആ കാലൊക്കെ ഇറക്കിയിട്ടിരുന്നുണ്ട്. അത് അവന്റെ പാന്റിലൊക്കെ ചവിട്ടണം. കാല് രണ്ടും താഴെ ഇട്ടിരുന്നോളൂ കേട്ടോ. പറഞ്ഞേ. എപ്സിലോൺ എയർ ആണെങ്കിൽ എയറിന്റെ പറഞ്ഞാൽ മതി. എപ്സിലോൺ 0 ആർ സ്ക്വയർ അല്ലേ? ഇരിക്കി. എപ്സിലോൺ 0ന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്.
ആരാ പറയണേ? ആൻലി ഒന്ന് പറഞ്ഞാലേ. വാട്ട് ഈസ് ദ ഇലക്ട്രിക് കോൺസ്റ്റന്റ്? It is the ratio. No. ഇരിക്കും. എപ്സിലോൺ ആർ ഫോഴ്സിന്റെ ടേംസിൽ എന്ന് പറഞ്ഞ നിരഞ്ജന, ഫോഴ്സിന്റെ ടേംസിൽ എപ്സിലോൺ ആർ ഈക്വൽ ടു, വെരി ഗുഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ പറഞ്ഞ് സൈൻ എന്ന് പറഞ്ഞ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ സ്പേസ്. അത് വന്നിട്ടുണ്ടായിരുന്നില്ലേ സിനിമയ്ക്ക് പോയിക്കായിരുന്നു? സിനിമയ്ക്ക് പോയേ? ആ റെട്രോ വെച്ചണ്ട കാര്യമില്ല, പൊട്ടി പടം. ആര് സിനിമ? സൂര്യയുടെ. നാളേക്ക് പഠിച്ച് എഴുതണം കേട്ടോ. അത് കൊളോംസിലെ പഠിച്ചിട്ടുണ്ടോ? പറഞ്ഞു ഫോഴ്സ് പറ്റിയ directly proportional to the product of ആരാ? ആദ്യം പറഞ്ഞ ശരിയാ. പ്രൊഡക്റ്റ് ഓഫ് ആരാ? ആൻഡ് എന്ത് ഡിസ്റ്റൻസാ? വെറും ഡിസ്റ്റൻസ് ആണോ? എന്താ ഇക്വേഷൻ? 1/r² അല്ലേ? അപ്പൊ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ, ഒന്നുകൂടെ പറഞ്ഞേ. ഈസ് product of the two charges. ഇനി ആരാ പറയണേ? അക്ഷര എന്ന് പറഞ്ഞ. അക്ഷര, എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? The space around a charge which experience a force on another charge. അങ്ങനെയല്ലേ പറയുന്നത്? കേൾക്കണില്ലേ? ഞാൻ തന്നെ പറയാ. അതൊക്കെ ആയിരിക്കും. ശരിയാണോ? പ്രണവ് പറയണ്ട. പ്രണവിന്റെ കടി വന്നിട്ടില്ലല്ലോ. എന്ത് പറ്റി അറിയില്ല. കൂളോംസ് ലോ പറഞ്ഞു നമ്മള്. 1 കൂളോംബ് എന്ന് പറഞ്ഞു. 1 കൂളോംബ് ഡിഫൈൻ ചെയ്ത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് meter. Similar charges. Opposite അല്ല, similar charges. എത്രയാണ്? 10⁹ ന്യൂട്ടൺ. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? അടുത്ത എഴുതുക. അപ്പൊ നമ്മള് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡെഫിനിഷൻ എഴുതിയില്ലേ നമ്മള്? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡെഫിനിഷൻ എന്താ? നീ ശ്രദ്ധിക്കോ. ദ പാത്ത് പറയുക. ദ പാത്ത് അലോങ് വിച്ച് a unit positive test charge would move if it is free to do so. Properties എഴുതിയ. പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ പറയാം മാഷ ആദ്യം, എന്നിട്ട് എഴുതാം. എവിടുന്ന തുടങ്ങണേ? എവിടെ അവസാനിക്കണേ? നെഗറ്റീവില്. കണ്ടിന്യൂസ് ആണോ അല്ലയോ? കണ്ടിന്യൂസ് ആണ്. Density, the number density of electric field line gives the strength of electric field. അല്ലേ? The number density of electric field lines gives the strength of electric. The tangent drawn to the electric field line gives the direction of electric. They form in the they does not form. എന്ത് ഫോം ചെയ്യില്ല? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. അതായത് ഇവിടെ നിങ്ങോട്ട് വരും, തിരിച്ചു വരില്ല. തിരിച്ചു വരുമ്പോഴാണ് ക്ലോസ്ഡ് ലൂപ്പ്. ഇവിടെ നിങ്ങോട്ട് വന്ന് ഇവിടെ അവസാനിച്ചു. നിങ്ങോട്ട് വന്ന് ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. They does not form എന്താണ്? ക്ലോസ്ഡ് ലൂപ്പ്. പിന്നെ ഇന്റർസെക്ട് ചെയ്യോ? ചെയ്യില്ലേ? പറയേ ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന് എത്ര ഡയറക്ഷൻ വരും? അതൊരിക്കലും എന്താണ്? പോസിബിൾ അല്ല. രണ്ടും കൂടെ ഒരു ഡയറക്ഷൻ ആവും എന്തായാലും. ഓക്കെ, അപ്പൊ ഹെഡിങ് അത് വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെ എഴുതാവുന്നേ ഉള്ളൂ, പറയാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് 4 പോയിന്റിലും 4 മിനിമം 3 പഠിക്കണം കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇത് തന്നെ എഴുതിക്കൂടെ? എന്താ? They start from positive and end in negative. They starts from positive and end in negative. And end in negative. പിന്നെന്താ? They are electric field lines are എന്താ പറയേ? Electric field lines are continuous.
Electric field lines are continuous. Electric field lines are continuous. പിന്നെന്താ? രണ്ട് ലൈൻസ് എന്ത് ചെയ്യില്ല? Intersect ചെയ്യില്ല. അപ്പോൾ എഴുതാ two electric field lines never intersect each other. Two electric field lines never intersect each other. Two electric field lines never intersect each other. പിന്നെന്താ? Number density of electric field lines. Number density of electric field lines gives the gives the എന്താ? Very good, strength of electric field. Number density of electric field lines gives the strength of electric field. പിന്നെന്തായിരുന്നു എഴുതപ്പെട്ട the tangent drawn to the field lines gives them the direction of electric field. എന്തായി നടപടി അയ്യോ എത്ര പോയിന്റ് ആയി മറുപടി ഉണ്ട് എന്ത് ഫോം ചെയ്യില്ല അവര് they do not form closed loops. They do not form closed loops. എത്ര പോയിന്റ് ആയി 6 പോയിന്റ്. പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് പാരലൽ ആയിരിക്കും കേട്ടോ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ലൈൻസ് ആർ പാരലൽ. ഉടനെ എഴുതിയിട്ട് പറയാം. If in case of uniform electric field, in a uniform electric field, electric field lines are parallel. In a uniform electric field lines are parallel. In a uniform electric field lines are parallel. യൂണിഫോം ആയിട്ടുള്ള കേസിൽ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. വേഗം എഴുത്, വീഡിയോ ജിപ്പിനൊക്കെ പോവാൻ വേഗം എഴുത്. Two electric field lines are never intersect. Why? എഴുതും. Two electric field lines never intersect. Why? Two electric field lines never intersect. Why? എന്തുകൊണ്ട് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റാതെ? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് എത്ര ഡയറക്ഷൻ വരും? അത് പോസിബിൾ ആണോ? അല്ല. എഴുതാം. If two electric field lines intersect at a point, then there will be two directions for electric field at the point. Then there will be two directions for electric field at that point. അല്ലേ, രണ്ട് ഡയറക്ഷൻ വരും അല്ലേ at that point. But this is not possible. If two electric field lines intersect at a point, then there will be two directions for electric field at that point.
then there will be two directions for electric field at that point, but this is not possible. അത് നടപടി ആവുന്ന കാര്യം അല്ല. അടുത്ത ഹെഡിങ് കൊടുക്കാം, ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ അടുത്തേക്ക് കിടക്കാം, ശ്രദ്ധിക്കുക, നേരോട് എടുക്കാം. ഇലക്ട്രിക് ഡൈപോൾ എന്താ? ഇലക്ട്രിക് ഡൈപോൾ എന്താ? ഡൈപോളിന്റെ ഡെഫിനിഷൻ പറഞ്ഞോ. എന്താ ഡൈപോൾ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അത് തന്നെ ഇവിടെയും വേറെ ഒന്നുമില്ല, എഴുതിക്കോ. അപ്പൊ ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് വെച്ചു, പ്ലസ് ക്യൂ. ഇവിടെ എന്ത് വെച്ചു? ഒരു മൈനസ് ക്യൂ ചാർജ് വെച്ചു. അവരുടെ ഇടയിൽ ചെറിയൊരു ദൂരം. ആ ദൂരം നമ്മൾ എത്ര എടുക്കാറ്? 2a എന്ന് എടുക്കുക കേട്ടോ. ദൂരം തൽക്കാലം 2a. 2a എന്ന് എടുക്കുന്നത് ഡെറിവേഷൻസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 2a ഡെഫിനിഷൻ നമ്മൾ പഠിച്ച ഡെഫിനിഷൻ ആണ്. കൂടുതൽ വിശദീകരിക്കണോ? എഴുതണം, പിന്നല്ലാതെ ഇവിടെ പഠിക്കാണ്ട്. വരയ്ക്ക് എഴുതണം, എന്നിട്ട് വരയ്ക്കണം. എന്താ ഡൈപോള്? ഇവിടെ പറഞ്ഞ എന്താ ഇലക്ട്രിക് ഡൈപോള്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട. അതായത് എത്ര ചാർജസ്? രണ്ട് ചാർജസ്. ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ടു ഈക്വൽ. അതായത് ഒരെണ്ണം 5 കൂളോംബ് ആണെങ്കിൽ മറ്റേത് എത്ര തന്നെ? 5 കൂളോംബ് തന്നെ. പക്ഷെ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ആയിരിക്കും മാത്രം. അതിനാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് കേട്ടോ. കഴിഞ്ഞൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്. ആ പടം വരച്ച് നോക്കി. അപ്പൊ എന്താ? ടു ഈക്വൽ ആൻഡ് പറയേ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അടുത്ത് കൊടുത്തോ, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അത് കഴിഞ്ഞ് കൊടുക്കുക, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഏതാ? ഇത് വരയ്ക്കണം, അത് എഴുതണം, ഇത് വരയ്ക്കണം. അടുത്ത ഹെഡിങ് കൊടുക്കുക, സ്പീഡ് ആയിക്കോട്ടെ. ഇത് ഏതാ? അടുത്ത ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. കഴിഞ്ഞൊന്നും പഠിച്ചിട്ടില്ലല്ലേ ഡൈപോൾ മൊമെന്റ്? എന്താ ഡൈപോൾ മൊമെന്റ്? ഏതാ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അവരുടെ ഇടയിൽ എന്തുണ്ട്? ചെറിയ ഡിസ്റ്റൻസ് വേണം അല്ലെ? സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ടു ഈക്വൽ ആൻഡ് ഇവൾക്ക് പതിനൊന്നില്ലേ? പതിനെടുത്ത് എഴുതിയേ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. എന്തത്? എന്താ കുഴപ്പം? നോട്ടെ തെറ്റിട്ടുണ്ടാ? തെറ്റി വരച്ചാ? എവിടെ തെറ്റി? കറക്റ്റ് ആണല്ലോ. പോസിറ്റീവ് പോകണോ നെഗറ്റീവ് അവസാനിക്കണോ? പിന്നെ ഇതൊക്കെ ഇനി അത് മാറ്റി വരയ്ക്കാൻ നിൽക്കണ്ട. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനൊന്നുമല്ലല്ലോ. വെട്ടിട്ടാണ്ട് വരച്ചോ. വേറെ വെട്ടില്ലാന്ന് തോന്നല്ലേ? ബുക്കില് നോട്ട് വെട്ടിട്ടോ? പരിപാടിയാണല്ലോ. വെരി ഗുഡ്. വെട്ടലും കുത്തലൊന്നുമില്ല. എന്തായി? നടപടിയായ? എന്താ എഴുതിയേ? ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി കഴിഞ്ഞ പഠിച്ചിട്ടുള്ള തന്നെയാണല്ലേ. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് magnitude of one of the charges and the distance between them. കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കട്ട. ശ്രദ്ധിച്ചേ. ഡൈപോൾ മൊമെന്റ് അറിയാത്തവരൊക്കെ നോക്കുക. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെ ഏതെങ്കിലും ഒരു ചാർജ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എന്താ? ക്യൂ. ആ ക്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവരുടെ ഇടയിലുള്ള ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവരുടെ ഇടയിലുള്ള എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ ഇൻറ്റുന്റെ പേരെന്താ? പ്രോഡക്റ്റ് ആണോ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? നമ്മൾ കഴിഞ്ഞ വർഷം നോക്കിയിട്ടുള്ളതാണ് അല്ലെ? സെയിം സാധനങ്ങൾ തന്നെയാണ്. അവിടെ വേറെ ഇവിടെ വേറെ ആണോ? അല്ല, അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ. ബോണ്ടിന്റെ ഉള്ളിൽ വരുമ്പോ എവിടെ പഠിച്ചു? അത് നമ്മള് ഇലക്ട്രിക് ബോണ്ടിന്റെ ഉള്ളിൽ വന്നപ്പോ എവിടെ പഠിച്ചു? കെമിസ്ട്രിയിൽ കണ്ടു അല്ലെ? കെമിസ്ട്രിയിൽ നമ്മൾ HCl അല്ലേ സംസാരിച്ചു.